ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ കാലമായിട്ട് ഒരു മൂവീസ് വെബ് സീരീസ് റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു മൂവി റെക്കമെൻഡേഷൻ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണവുമുണ്ട്. കാരണം ഒരു സിനിമ ആസ്വാദനം എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയോ നോവലോ വെബ് സീരീസോ എന്തുമായിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ തിരിച്ചു. അതുകൊണ്ട് തന്നെ ഈ മൂവി റെക്കമെൻഡേഷൻ ഒക്കെ ഒരല്പം റിസ്കിയാണ്. എന്നാൽ കാണുന്നതിൽ ഒരു 99% പേരും മോശമെന്ന് പറയാൻ സാധ്യതയില്ലാത്ത ഒരു 2 സിനിമ, ഒരു വെബ് സീരീസ്, അതുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. ആദ്യമായിട്ട് ഒരു നോവൽ വെബ് സീരീസ് സജഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വായന ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യുക നോവൽ തന്നെയായിരിക്കും. എന്നാൽ വായന അധികം താല്പര്യമില്ലാത്തവർക്ക് വെബ് സീരീസും കണ്ടു നോക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞു വരുന്നത് അഗത ക്രിസ്റ്റിയുടെ ആൻഡ് ദെൻ ദേർ വെയർ നൺ എന്ന നോവലിനെ കുറിച്ചാണ്. ക്രൈം ത്രില്ലർ പ്രേമികൾക്ക് ചിരപരിചിതമായ പേരാണ് അഗത ക്രിസ്റ്റിയുടേത്. അഗത ക്രിസ്റ്റിയുടെ വർക്കുകളൊക്കെ നിരവധി സിനിമകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മോഹൻലാൽ നായകനായ ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ. സിനിമയുടെ ടൈറ്റിൽ കാർഡുകളിൽ എവിടെയും പരാമർശിച്ചിട്ടില്ലെങ്കിലും 1936 പുറത്തിറങ്ങിയ അഗത ക്രിസ്റ്റിയുടെ ABC മർഡേഴ്സ് എന്ന നോവലിന്റെ അഡാപ്റ്റേഷനാണ് ഗ്രാൻഡ് മാസ്റ്റർ. നമുക്ക് ആൻഡ് ദെൻ ദേർ വെയർ നണ്ണിലേക്ക് തിരികെ വരാം. അഗത ക്രിസ്റ്റിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ തനിക്ക് എഴുതി പൂർത്തിയാക്കാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ട നോവൽ, അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ മിസ്റ്ററി നോവൽ. ഏകദേശം 100 മില്യൺ കോപ്പികളിലധികമാണ് ഈ പുസ്തകം വിറ്റുപോയത്. സോൾജിയർ ഐലൻഡിലെ ഒറ്റപ്പെട്ട ഒരു ബംഗ്ലാവിലേക്ക് തീർത്തും അപരിചിതരായ 8 പേരെത്തുകയാണ്. അവരെ പല ആവശ്യങ്ങൾക്കായാണ് കത്തുകളിലൂടെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ചിലരെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക്, ചിലരെ അവധിക്കാലം ആഘോഷിക്കാൻ. അങ്ങനെ ആ ബംഗ്ലാവിലെത്തുന്ന അവർക്ക് അവരുടെ ആതിഥേയനെ കാണാൻ കഴിയുന്നില്ല. 2 ജോലിക്കാരാണ് അവരെ സ്വീകരിക്കുന്നത്. സത്യത്തിൽ ഈ 2 ജോലിക്കാർക്കും തങ്ങൾക്ക് ആരാണ് ഈ ജോലി നൽകിയതെന്ന കാര്യം അറിയില്ലായിരുന്നു. കത്തുകളിൽ കൂടെ തന്നെയാണ് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ളത്. ഇത് വരുന്നവരിൽ ആദ്യം തന്നെ ഒരു ചെറിയ സംശയം ഉളവാക്കുന്നു. പിന്നീട് അവരെല്ലാവരും അവരവരുടെ മുറികളിലെത്തുന്നു. ആ മുറികളിലെല്ലാം 10 ലിറ്റിൽ സോൾജിയേഴ്സ് എന്നൊരു നഴ്സറി റൈം ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ ഭക്ഷണം കഴിക്കാനായി ഒത്തുകൂടുന്നു. തീൻമേശയ്ക്ക് ഒത്ത നടുക്ക് 10 മനോഹരമായ കുഞ്ഞു പ്രതിമകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരിൽ ഒരാൾ കത്തിലൂടെ തനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഗ്രാമഫോൺ പ്ലേ ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള ജോലിക്കാരുൾപ്പെടെയുള്ള 10 പേരും മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളാണ് റെക്കോർഡിലൂടെ കേൾക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും ആശങ്കയോടെ പരസ്പരം നോക്കുന്നു. എന്നിട്ട് ഈ കുറ്റങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്നു. അപ്പോൾ ആ നഴ്സറി റൈമിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരാൾ മരണപ്പെടുന്നു. കൂടാതെ തീൻമേശകളിൽ വെച്ചിരിക്കുന്ന പ്രതിമകളിലൊന്ന് തകർക്കപ്പെടുകയും ചെയ്യുന്നു. നഴ്സറി റൈമിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 9 മരണങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആ ദ്വീപിലാവട്ടെ ഈ ബംഗ്ലാവ് അല്ലാതെ ഒരു കുഞ്ഞു വീട് പോലുമില്ല. ഇനി ആ ദ്വീപിൽ അവശേഷിക്കുന്നത് ആകെ 9 പേർ മാത്രം. ആരാണ് അവരുടെ ആതിഥേയൻ? എന്തിനാണ് അവരെ ദ്വീപിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ഇനി എത്ര മരണങ്ങളൂടെ സംഭവിക്കും? ആ നഴ്സറി റൈം അവസാനിക്കുന്നത് ആൻഡ് ദെൻ ദേർ വെയർ നൺ എന്ന വാചകത്തിലാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒടുവിലാരും അവശേഷിച്ചിരുന്നില്ല. ശരിക്കും അങ്ങനെ തന്നെ സംഭവിക്കുമോ? തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നോവലാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വായന ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നോവൽ തന്നെ വായിക്കാം. അതല്ല, വായന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് സീരീസും കാണാവുന്നതാണ്. അടുത്തത് ഒരു സിനിമയാണ്. തങ്ങളുടെ സഹപ്രവർത്തകനായ അധ്യാപകൻ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായി സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതറിഞ്ഞ് അയാൾക്കൊരു യാത്രയയപ്പ് നൽകാനായി സഹപ്രവർത്തകർ അയാളുടെ വീട്ടിലെത്തുന്നു. അവർ അവിടെ എത്തിയപ്പോഴേക്കും അയാൾ പോകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. പോകരുതെന്ന് അവർ എല്ലാവരും പറഞ്ഞിട്ടും അയാൾ അതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ അവസാനമായി അവർ അയാളുടെ വീട്ടിൽ വെച്ച് ഒത്തുകൂടുകയാണ്. ഒരു കുപ്പിയൊക്കെ പൊട്ടിച്ച് അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ തനിക്ക് 1000കണക്കിന് വർഷം പ്രായമുണ്ടെന്ന് അയാൾ പറയുന്നു. ഇത്രയും കാലം തങ്ങൾക്കൊപ്പം ജോലി ചെയ്ത, അടുത്തിടപഴകിയ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എനിക്ക് 1000കണക്കിന് വർഷങ്ങൾ പ്രായമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ആദ്യം അയാൾ തമാശ പറയുന്നതാണെന്ന് അവർ വിചാരിക്കും. എന്നാൽ അയാൾ തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഇത് സത്യമാണോ കള്ളമാണോ എന്നറിയാൻ ഓരോരുത്തരും അവരവരുടേതായ വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ സംഭാഷണങ്ങളിലൂടെയാണ് ഈ സിനിമ പുരോഗമിക്കുന്നത്. ഞാനീ പറയുന്നത് 2007 പുറത്തിറങ്ങിയ ദ മാൻ ഫ്രം എർത്ത് എന്ന സയൻസ് ഫിക്ഷൻ സിനിമയെക്കുറിച്ചാണ്. 1960കളുടെ ആദ്യത്തിൽ തുടങ്ങിയ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് ജെറോം ബിക്സ്ബി പൂർത്തിയാക്കുന്നത് 1998 തന്റെ മരണക്കിടക്കയിൽ വെച്ചാണ്. നമുക്ക് വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ 1.5 മണിക്കൂർ ചുറ്റുമിരുന്ന് സംസാരിക്കുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ ബോറിംഗ് ആണെന്ന് തോന്നാമെങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ഈ സിനിമയുടെ പോക്ക്. അത്രയും വൈഡായിട്ടുള്ള വിഷയങ്ങളാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. ഡേവിഡ് ലീ സ്മിത്താണ് നായക കഥാപാത്രമായ ജോൺ ഓൾഡ്മാനായി വേഷമിട്ടിരിക്കുന്നത്. 89 മിനിറ്റ് മാത്രമാണ് ഈ സിനിമയുടെ ദൈർഘ്യം. മസ്റ്റ് വാച്ച് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യ ഭാഗമായി കമ്പയർ ചെയ്യുമ്പോൾ അതത്ര പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തതും ഒരു സിനിമ തന്നെയാണ്. 8 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യത്തിനായി ബഹിരാകാശത്തെത്തിയ സുനിത വില്യംസും ബെച്ച് ഫിൽമോറും ബോയിങ് പേടകത്തിന് തകരാറ് കാരണം ബഹിരാകാശത്ത് കുടുങ്ങിയ വാർത്ത നമ്മൾ കേട്ടത് അടുത്തിടെയാണ്. എന്നാൽ പെട്ടുപോകുന്നത് ചൊവ്വയിലാണെങ്കിലോ? ഇവിടെ സുനിത വില്യംസിന്റെ കാര്യമെടുത്താൽ അവർ കുടുങ്ങിയിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ്.
വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും അടുത്തൊരു മിഷൻ വരെ അവിടെ തുടരാൻ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട്. കൂട്ടിനായി മറ്റ് ബഹിരാകാശ യാത്രികരുമുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ ഡോക്ടർ മാർക്ക് വാറ്റ്നി പെട്ടുപോവുകയാണ്. 2015 പുറത്തിറങ്ങിയ ദ മാർഷ്യൻ എന്ന സൈഫൈ സർവൈവൽ ത്രില്ലറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വർഷം 2035. നാസയുടെ ചൊവ്വ ദൗത്യമായ ഏരീസ് 3 ചൊവ്വയിൽ നടക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് അവരുടെ ദൗത്യത്തെ തടസ്സപ്പെടുത്തുന്നു. ഇനിയും അവിടെ തുടർന്നാൽ അവരുടെ പേടകത്തിന് തകരാർ സംഭവിക്കുകയും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അവർ കുടുങ്ങിപ്പോവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് അവർ ഇവാക്വേഷൻ നടത്താൻ തീരുമാനിക്കുന്നു. ഇവാക്വേഷനിടയിൽ ഡോക്ടർ മാർക്ക് വിറ്റ്നിക്ക് അപകടം സംഭവിക്കുന്നു. ഒരു ലോഹകഷ്ണം വന്നിടിച്ച് മാർക്ക് ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. കൂടെയുള്ളവർ അവിടെയൊക്കെ തിരഞ്ഞെങ്കിലും മാർക്കിനെ കണ്ടെത്താനായില്ല. എന്നാൽ അവർക്ക് കൂടുതൽ നേരം അവിടെ തുടരാൻ കഴിയുമായിരുന്നില്ല. മാർക്ക് മരിച്ചെന്ന ചിന്തയിൽ അവർ അവിടെ നിന്ന് തിരികെ വരുന്നു. അപകടത്തിൽ മാർക്ക് മരിച്ചിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് ഒരു സർവൈവൽ ത്രില്ലറിന്റെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച അനുഭവം തന്നെയാണ് ദ മാർഷ്യൻ നൽകുന്നത്. താൻ ജീവനോടെയുണ്ടെന്ന് ഭൂമിയിലുള്ളവരെ അറിയിക്കാനുള്ള മാർഗം പോലും മാർക്കിനില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർക്ക് എങ്ങനെയാണ് രക്ഷപ്പെടുക? തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ദ മാർഷ്യൻ. സ്പേസ് മിഷനുകളൊക്കെ ഇഷ്ടമുള്ളവർ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത സിനിമയാണ് ദ മാർഷ്യൻ. നായക കഥാപാത്രമായ ഡോക്ടർ മാർക്ക് വിറ്റ്നിയെ വേഷമിട്ടിരിക്കുന്നത് മാറ്റ് ഡാമൺ ആണ്. 2011 പുറത്തിറങ്ങിയ ആൻറ്റിവെയർ എഴുതിയ നോവലാണ് റിഡ്ലി സ്കോട്ടും ഡ്രൂ ഗൊഡാർഡും ചേർന്ന് സിനിമയാക്കിയിരിക്കുന്നത്. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള സിനിമകളും വെബ് സീരീസും ഒക്കെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലുള്ള കൂടുതൽ മൂവി റെക്കമെൻഡേഷൻ, നോവൽ റെക്കമെൻഡേഷൻ, വെബ് സീരീസ് റെക്കമെൻഡേഷൻ ഒക്കെ വേണമെങ്കിലും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.